തം സക്കിംഗ് ഹാബിറ്റ്സ്. എന്താണ് തം സക്കിംഗ്? തള്ളവിരല് വായിക്കകത്തിട്ട് കുട്ടികൾ കുടിക്കുന്ന രീതിയാണ് തം സക്കിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഒരു 3 to 4 months കുഞ്ഞു മക്കളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ തം സക്കിംഗ്. ആ സമയത്ത് നമ്മൾ ഹാബിറ്റ് കുട്ടികളിൽ അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ പോലും അവർ വളരുന്നതിനനുസരിച്ചിട്ട് ഈ തം സക്കിംഗ് വളർന്നു കഴിഞ്ഞാൽ അത് ഇൻസെക്യൂരിറ്റിയാണ് കുട്ടികളുടെ മാനസികമായിട്ട് വരുത്തുന്നത്. രണ്ടാമത് അവരുടെ ഫേഷ്യൽ മസിൽസിനും ഫേഷ്യൽ ബോണിനും പല്ലുകൾക്കും ഒക്കെ പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. അവരുടെ വിരലിനും വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ തം സക്കിംഗ് ഹാബിറ്റ് ഉണ്ടായാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ നോക്കാം. നമ്മൾ തം സക്കിംഗ് ഉള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് കാണുന്നത് അവരുടെ വിരലുകൾ എപ്പോഴും ഒരുപാട് വളഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ സ്കിൻ എപ്പോഴും നനഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. വിരലിന് എപ്പോഴും ഒരു ഫംഗസ് ബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേ ഫംഗസ് ആണ് വായിൽ വെച്ച് കുട്ടികൾ ഊമ്പുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്, ഫംഗസ് അസുഖങ്ങളായിട്ട് കാണാറുണ്ട്. രണ്ടാമത് എല്ലിന് വരുന്ന മാറ്റങ്ങളാണ്. മുന്നിലെ 2 പല്ലുകളുള്ള ഭാഗങ്ങളിലേക്കുള്ള എല്ല് മാത്രം ഉയർന്നു വരുന്നതായിരിക്കും. അങ്ങനെ ഉയർന്ന് പുറത്തേക്ക് തള്ളുന്ന രീതിയിലായിട്ട് കാണാറുണ്ട്. അത് പിന്നീട്, അതായത് മുതിർന്ന പല്ലുകളിലേക്ക് വരുന്ന സമയത്ത്, പാൽപ്പല്ലുകൾ പോയി വരുന്ന സമയത്ത് അത് നമുക്ക് കമ്പിയിട്ട് പോലും ശരിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. പല്ലുകൾക്കിടയിൽ നല്ല വിടവ് വരിക, അതേപോലെ ഈ എല്ല് മാത്രം പൊന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ സർജിക്കൽ ആയിട്ടുള്ള കറക്ഷൻസിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. അപ്പൊ തം സക്കിംഗ് എന്നുള്ള ഹാബിറ്റ് മാക്സിമം എത്രയും പെട്ടെന്ന് നിർത്താനായിട്ട് നോക്കുക. എന്തൊക്കെ ചെയ്യാൻ കഴിയും തം സക്കിംഗ് നിർത്താനായിട്ട്? നമുക്ക് വിരല്, അവർക്ക് രാത്രികാലങ്ങളിലായിരിക്കും കുട്ടികൾ അധികം വിരൽ കുടിക്കുക. അപ്പൊ ആ സമയത്ത് വിരൽ അവർക്ക് അവൈലബിൾ ആവാത്ത രീതിയിൽ വെക്കുക. വിരലിൽ എന്തെങ്കിലും ബാൻഡേജോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് വെക്കാൻ കഴിയും. അങ്ങനെ ബാൻഡേജ് വെച്ചിട്ടും അത് റിമൂവ് ചെയ്ത് കഴിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ബാൻഡേജിൽ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുള്ള, അവർക്ക് എഡിബിൾ ആയിട്ടുള്ള പക്ഷെ ടേസ്റ്റ് അവർക്ക് വായിൽ വെച്ചാൽ പറ്റാത്ത തരത്തിലുള്ള ടേസ്റ്റ് സാധനങ്ങൾ നമുക്ക് കൊടുക്കാനാവും. അല്ലാത്തതിൽ നമ്മളൊരു ഹുഡീസ് പോലുള്ള ഡ്രസ്സുകൾ, സ്വെറ്റേഴ്സ് പോലുള്ള ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ ഇട്ടിട്ട് ആ ഡ്രസ്സുകളുടെ കൈഭാഗം കെട്ടിയിടുക. അതായത് കുട്ടിക്ക് ഒരു തരത്തിലും കൈ ഊരാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ നമ്മൾ അതിനെ ബൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടി രാത്രി കൈ കുടിക്കുന്ന ഹാബിറ്റ് മാറും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അവരുടെ മുന്നിൽ നിന്ന് അത് അവരുടെ അടുത്ത് പിടിച്ചു മാറ്റുമ്പോഴോ അവരുടെ അടുത്ത് നോ പറയുമ്പോഴോ അവർക്കത് ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകും. ഡീൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഡീൽ ചെയ്യാൻ. അൺകോൺഷ്യസ്ലി അവർ ചെയ്യുന്ന കാര്യമാണ്. അപ്പം അൺകോൺഷ്യസ്ലി തന്നെ അവരുടെ അടുത്ത് അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് സ്ലീപ്പിംഗ് ടൈമിൽ ഇതെല്ലാം പരീക്ഷിക്കാന്ന് പറയുന്നതിന്റെ